അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റോക്കറ്റ് സ്റ്റവ്. ഏകദേശം 1,900 രൂപയിലധികം നമ്മുടെ ഒരു കൊമേഴ്സ്യൽ ഗ്യാസ് കുറ്റിക്ക് ഇപ്പോൾ നിലവിൽ വില ഉണ്ട്. അപ്പോൾ 1,900 രൂപ നമ്മൾ കൊടുത്തിട്ടാണ് ഒരു ഗ്യാസ് നമ്മൾ സിലിണ്ടർ വാങ്ങിക്കുന്നത്. വെറും 250-300 രൂപയുടെ വിറകുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ പറ്റും. ഈ അടുപ്പ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 300 രൂപയുടെ വിറകെ നമുക്ക് ചിലവ് വരുള്ളൂ. വിറക് കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പുക ഉണ്ടാവുന്ന എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. ഒരിക്കലും ഇല്ല, നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ കണ്ടില്ലേ, ഇത് കത്തുന്നുണ്ടല്ലേ, പുക ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടാനും, നമ്മൾ ഗ്യാസ് സ്റ്റവിന്റെ തീ കൂട്ടുന്നതും കുറക്കുന്നതും പോലെ നമുക്ക് ഈ അടുപ്പും വിറകിന് കത്തിക്കുന്ന അടുപ്പ് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും, അതേപോലെ തന്നെ പുക ഉണ്ടാവില്ല. നമുക്ക് സ്ഥാപനത്തിന്റെ അകത്തും വെച്ച് കത്തിക്കാൻ പറ്റും, പുറത്തൊക്കെ വെച്ച് കത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ചെറിയ തട്ടുകടകൾ, വലിയ അടുപ്പ് ഉപയോഗിക്കുന്ന ഏത് സ്ഥാപനമാണെങ്കിലും 1,900 മുകളിൽ ഗ്യാസിന് നമ്മൾ കൊടുക്കുന്നത് വെറും 300 രൂപയുടെ വിറകുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തിക്കാൻ പറ്റും. ഷാറുഖ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ അടുപ്പിന്റെ പുതിയ വിശേഷങ്ങൾ? നമ്മുടെ വിശേഷങ്ങളെല്ലാം പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് തീ കൂട്ടാനും കുറയ്ക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിന് ഹൈറ്റ് കൂട്ടിയും തരും. ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് കുറയ്ക്കാം. പിന്നെ നമുക്ക് സെറാമിക് ചെയ്തതുണ്ട്, ഇല്ലാത്തതുണ്ട്. ചെറിയ രീതിയിൽ പ്രൈസ് വ്യത്യാസം വരും. അതായത് സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ റൂമിന്റെ അകത്ത് സുഖമായിട്ട് പാചകക്കാർക്ക് ഗ്യാസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് ചൂടൊന്നും വരില്ല. ചിലർ പറയും ഞങ്ങൾ പുറത്താ പാചകം ചെയ്യുന്നത്, അവർക്ക് സെറാമിക്കിന്റെ ആവശ്യമില്ല. അപ്പൊ സെറാമിക് ചെയ്തതുകൊണ്ട് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ കാസർഗോഡും തിരുവനന്തപുരത്തൊക്കെ വിളിക്കുന്നവരുണ്ട്. നമുക്ക് പാലക്കാടും എറണാകുളത്തോളം ബ്രാഞ്ചസ് ആയതുകൊണ്ട് ചിലവർക്ക് ചില ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ അവിടെ തന്നെ കാണാനുള്ള സൗകര്യം ഏർപ്പാടായി കൊടുക്കും. സ്ഥാപനങ്ങളിൽ പോയിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതെ, ഇപ്പൊ എവിടെ നിന്ന് വിളിച്ചാലും അവരുടെ തൊട്ട സിറ്റി അല്ലെങ്കിൽ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമ്മൾ അടുപ്പ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. നമുക്ക് ഇതിൽ ഏറ്റവും ചെറുതേതാ വരുന്നത്? ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയാൻ നമുക്ക് 5 കിലോ അരി വെക്കാവുന്ന 5 കിലോ അരി വെക്കുന്നത് മുതൽ വലിയ 5 കിലോ അരി വെക്കുന്നത് 100 കിലോ അരി വരെ വെക്കാനുള്ള അടുപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചിപ്സ് ഉണ്ടാക്കുന്നവർക്ക്, ഒരുപാട് സമയം കത്തിക്കുന്നവർക്ക്, പിന്നെ ഇഷ്ടം പോലെ ലൈവായിട്ട് ചിപ്സ് നമുക്ക് നമ്മുടെ അടുപ്പിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചിപ്സ് അടുപ്പിൽ ചെയ്യാൻ പറ്റാവുന്ന ചിപ്സിന് പറ്റുന്ന അടുപ്പുകളാണ് അല്ലേ? ഫുൾ സെറാമിക് ലെയറാണ്, ചൂടുണ്ടാവില്ല, ആവശ്യത്തിന് തീ കൂട്ടാൻ എല്ലാ പരിപാടി ഇതിന്റെ കൂടും. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ വാങ്ങിക്കോളും. ഇപ്പൊ തന്നെ എല്ലാ ഹോട്ടലിലേക്കും നല്ല രീതിയിൽ ഉപകരിക്കുന്ന അടുപ്പാണ്. നമ്മളിപ്പോ കേരളത്തിൽ ഏതൊക്കെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പുകൾ? നിലവിൽ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യ മുഴുവൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പല ഭാഗങ്ങളിലും. കാസർഗോഡ് നിന്ന് വരുന്നവർക്കും ചിലപ്പോൾ നമ്മുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അപ്പൊ അവർ നമ്മളായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാസർഗോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം അവിടെ അടുത്ത് എവിടെയൊക്കെ കൊടുത്തു നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത സ്ഥലത്ത് പോയിട്ട് അതെ, അവർ വരാൻ ബുദ്ധിമുട്ട് ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്ന ഭാഗത്തുണ്ട്, ഒന്ന് പോയി കണ്ടോളൂ. അങ്ങനെ കാണാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ പോയി കണ്ടത് കാസർഗോഡുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പാലക്കാട് ഷോപ്പിൽ വരേണ്ട ആവശ്യമില്ല. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ അടുത്ത് എവിടെ കൊടുത്തു നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര ധൈര്യം കോൺഫിഡൻസ് ആയിട്ട് ഇവിടെ പറയാൻ കാരണം ഞാൻ അത്രയും കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുത്താൽ പോയി നമുക്ക് വരാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നമ്മൾ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അടുപ്പുകളും അവിടെ ഉണ്ട്. ചെറുതും വലുതുള്ള എല്ലാ ഫോണിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയുള്ള എല്ലാം കാണാനുള്ള സൗകര്യം ഏർപ്പാടെ കൊടുക്കും. പിന്നെ കാണേണ്ടവരാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സൈസിലുള്ള അടുപ്പുകളും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടുള്ള തിരുവള്ളുവർ വുഡ് സ്റ്റവ് ഇൻഡസ്ട്രീസിലാണ്. ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. നമുക്ക് വേറെ എവിടെയുള്ള ഷോറൂമുകളുണ്ട്? നമുക്ക് കേരളത്തിൽ വന്നിട്ട് പാലക്കാടും എറണാകുളത്താണ് നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത്. അതായത് നേരിട്ട് വരാനുള്ളവർക്ക് നമുക്ക് പാലക്കാടും എറണാകുളത്ത് ബ്രാഞ്ചസിലെ എല്ലാ അടുപ്പുകളും അവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന എല്ലാം വലുതിലുള്ള എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്? ഏതടുപ്പ് സ്റ്റാർട്ടിംഗ് വരുന്നത്? നമുക്ക് 7 കിലോ മുതൽ 100 കിലോ അരി വരെ വെക്കാനുള്ള അടുപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ 90% ഹോട്ടൽ, റെസ്റ്റോറന്റിൽ എല്ലാത്തിലും ഗ്യാസ് അടുപ്പാണ് കത്തിക്കുന്നത്. നമ്മുടെ ഈ സ്റ്റവും അതേപോലെ തന്നെ ഗ്യാസിന്റെ സ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് ഒരു സ്ഥാപനത്തിന്, ഒരു ഹോട്ടലുകാർക്ക് നമ്മുടെ സ്റ്റവ് എടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രയോജനം ഉള്ളത്? ഇപ്പോ ഹോട്ടലുകാർ എന്തുകൊണ്ടാണ് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നത്? ആവശ്യത്തിന് തീ കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, പുകയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാം. പെട്ടെന്ന് സാധനങ്ങളായി. സാധാരണ വിറകടുപ്പാണെങ്കിൽ പുകയുണ്ടാവും. ഈ നമ്മുടെ അടുപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ അടുപ്പിൽ തന്നെ ആവശ്യത്തിന് തീ, വിറകടുപ്പിൽ തന്നെ ആവശ്യത്തിന് തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റും, പുകയുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അകത്തും വെക്കാം, പുറത്തും വെക്കാം. അപ്പൊ ഇതില് ഒന്നും കൂടി കൂടുതലുണ്ട്. ഇതില് രുചി കൂടുതലാവും. ഗ്യാസിലുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാളും വിറകിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ വിറകടുപ്പിലുണ്ട്. ഗ്യാസിനേക്കാൾ എന്തും മികച്ച സാധനം. അതെ, ഗ്യാസിനേക്കാളും വളരെ പകുതിയുടെ നമുക്ക് ലാഭം. പകുതിന് താഴെ വരുന്നുള്ളൂ. പകുതി ഫുള്ള് ലാഭം. ഒരു ഗ്യാസ് സിലിണ്ടറിന് ഏകദേശം 1,900 മുകളിൽ വില വരുന്നുണ്ട്. 1,900 മുകളിൽ വരുന്നുണ്ട്. ഈ അടുപ്പ് എടുക്കുകയാണെങ്കിൽ വെറും 200-250 ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ 250 രൂപയുടെ ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇതിപ്പോ ഗ്യാസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് നമ്മുടെ കൊമേഴ്ഷ്യൽ കുറ്റികളുടെ വില വന്നിട്ട് 1,900 മുകളിലാണ് വരുന്നത്. ഈ ഒരു കുറ്റി
ഉപയോഗിക്കുന്ന ആൾക്കാർ നമുക്ക് ഇവിടെ വെറും 200 രൂപ 250 രൂപയുടെ വിറക് ആവശ്യം. ഞാൻ പറയുമ്പോൾ 250 പറയുന്നുള്ളൂ. ഓരോരുത്തരുടെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ 100 രൂപ 150 രൂപ വിറക്. കാരണം എല്ലാവരും 12 മണിക്കൂർ കത്തിക്കുന്നില്ല, 3 മണിക്കൂർ 4 മണിക്കൂർ. ചിലർ രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും, ചിലർ ഉച്ച മുതൽ വൈകിട്ട് വരെ ആയിരിക്കും, ചിലർ വൈകുന്നേരം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനും ശരി, ഇതിനേക്കാളും നല്ല ലാഭം അവർക്ക് വേറെ കിട്ടാൻ. ഓക്കെ, ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല. ഇതെന്താ സംഭവം? സ്റ്റവ് ആണോ? ഇത് ദോശ ഫ്രെയിമാ. ഇതിന്റെ മുകളിൽ കല്ല് വരും. ഇപ്പൊ പണി നടക്കുന്നേ ഉള്ളൂ, എല്ലാം വന്നോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലുതൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തരാം. ഇത് വന്നിട്ട് നമുക്കൊരു 20 പൊറോട്ട ഇടാനുള്ള 2.25 3 സൈസുള്ള പൊറോട്ട. ഇതും സെയിം തന്നെയാണ്. ഇതിൽ വന്നിട്ട് 1.25 ഇഞ്ച് കല്ലാണ് വരിക, 1 ഇഞ്ച് പോലും അല്ല. നമുക്ക് വന്നിട്ട് ഇതില് രാവിലെ വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞ പോലെ പൊറോട്ട, കൊത്തു പൊറോട്ട, ആംപ്ലേറ്റ്, ദോശ, റോസ്റ്റ് ഉണ്ടാക്കാം. പക്ഷെ നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും. വളരെ കുറഞ്ഞ ഏകദേശം 250-300 രൂപയുടെ വിറക് ആവശ്യമുള്ളൂ. അതെ, അത്രേ. പക്ഷെ സാധാരണ വിറകടുപ്പ് കത്തുന്ന പോലെ അങ്ങനെ കത്തുന്ന പവർ അല്ല ഇത്. ഭയങ്കര പവർ കൊടുത്തിട്ടുണ്ട്. നല്ല പവറിൽ നമ്മൾ കണ്ടതാണല്ലോ. ഗ്യാസ് കത്തുന്ന കണക്ക് നല്ല രീതിക്ക് തന്നെ ഇത് നമുക്ക് കത്തിക്കാം. നമ്മൾ ഈ സ്റ്റൗവില് എന്തുകൊണ്ടാണ് പുക വരാത്തത്? സാധാ ഗ്യാസ് കത്തുന്നത്, ഇപ്പൊ ഞാൻ അവിടെ കണ്ടതൊക്കെ ഗ്യാസ് കത്തുന്ന അതേപോലെ കത്തുന്നുണ്ട്, പുക ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് വിറക് കത്തിക്കുമ്പോൾ പുക വരാത്തത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കഷ്ണം വിറക് നല്ലപോലെ കത്തിച്ചിട്ട് ടേബിൾ ഫാനിന്റെ അടുത്തുകൊണ്ട് വെച്ച് നോക്കിയാൽ പുക കാണൂല. കാരണം എന്താ പറഞ്ഞാൽ ഈ കത്തുന്ന വിറകിലേക്ക് നമ്മൾ കാറ്റടിച്ചു കൊടുക്കുമ്പോൾ പവർ കൂടുകയാണ്, പുകയും കാണത്തില്ല. സെയിം സെറ്റപ്പിന് നമ്മൾ ഇതിലും കൊണ്ടുപോയി ഒരു 12 വോൾട്ട് DC ബ്ലോയർ ഫാനാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫാനിന്റെ സഹായത്തോടു കൂടി നമുക്ക് തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത്. നമുക്ക് ഈ ബ്ലോവറിന് കറണ്ട് ചാർജ് കൂടുതൽ വരുന്നുണ്ടോ? ഇല്ല. കറണ്ട് ചാർജ് എല്ലാവർക്കും തോന്നുന്നതാണ്. ഇതിനിപ്പോ വിറക് കൂടണ്ടേ, ഗ്യാസും അതായത് വിറക് കൂടണം, കറണ്ടും കൊടുക്കണം, അപ്പൊ എല്ലാം കൂടെ ഗ്യാസിന്റെ ചിലവായില്ലെന്ന് ചിലർ വിചാരിക്കും. അങ്ങനെ അല്ലവേ അല്ല. നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിക്കാൻ ഒരു മൊബൈൽ ചാർജിന്റെ കറണ്ട് നമുക്ക് ഇതിൽ ആവശ്യം വരും. അത്രേ വരുന്നുള്ളൂ. അതായത് ഇത് DC ആണ്, ബ്ലോയർ ഫാൻ പക്ക DC ആണ്. ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാൽ കുറഞ്ഞ രീതിയിലുള്ള അതായത് ഒരു യൂണിറ്റ് കറണ്ടിന്റെ വില 9 രൂപ 8 രൂപ. ഈ ഒരു യൂണിറ്റ് ചെലവാണെങ്കിൽ നമ്മുടെ അടുപ്പ് 30 മണിക്കൂർ കത്തിക്കണം. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ദിവസം 4 രൂപ മാക്സിമം, അതും 12 മണിക്കൂർ മുഴുവനായിട്ട് കത്തിക്കുകയാണെങ്കിൽ. ഇപ്പൊ നമുക്ക് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു അടുപ്പ് വാങ്ങാൻ താല്പര്യമുണ്ട്. അവർ നമ്മളുടെ സ്ഥാപനത്തിൽ വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി സാമ്പിളൊക്കെ കണ്ട് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുമോ? എങ്ങനെയാണ് അതിന്റെ കാര്യം? തീർച്ചയായിട്ടും, നോ പ്രോബ്ലം. നമ്മളുമായിട്ട് ഒന്ന് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ദൂരം വന്ന് അടുപ്പ് കാണണമെന്നില്ല. അവരുടെ തൊട്ട സിറ്റിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതെനിക്ക് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം അത്രയും സാധനങ്ങൾ നമ്മളിവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നല്ല, അതായത് നമ്മൾ ഓരോ ഹോട്ടലുകാരും കൂടെ നിൽക്കാൻ കാരണം അത് അത്രയും നല്ല സാധനം ആയതുകൊണ്ട്. ഇപ്പൊ എടുത്തവർക്ക് ഞാൻ പോയി പറഞ്ഞാൽ ആരെ വേണമെങ്കിൽ വിട്ടോന്നാ പറയുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അത്ര നല്ല സാധനം, അത്രയും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഐറ്റം. അതെ. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മളവിടെ അടുപ്പുകൾ സ്റ്റവുകൾ ഒരുപാട് കണ്ടു. നമുക്ക് പൊറോട്ട ഫ്രെയിമുകളൊക്കെ ഏതൊക്കെ സൈസിലാണ് വരുന്നത്? നമുക്ക് പൊറോട്ട ഫ്രെയിം ഏറ്റവും വലുത് ഇപ്പൊ ഇതാണ്, ഈ ഇരിക്കുന്ന ഇതാണ്. ഇത് വന്നിട്ട് 5ക്ക് 4 നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. 2.25ക്ക് 3, 2.5ക്ക് 4, 2.5ക്ക് 5, 3ക്ക് 4, 4ക്ക് 5. ഈ സൈസ് ഒക്കെയാണ് നമുക്കിവിടെ ദോശ കല്ലിന്റെ. ഇത് വന്നിട്ട് ഏറ്റവും വലിയ ഇതാണ്. ഇതിപ്പോ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് ഓർഡർ വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇപ്പൊ നമുക്ക് 1.5 ഇഞ്ച് കല്ലാണ്. അപ്പുറത്തും ഇപ്പുറത്തും ആൾക്ക് നിന്നിട്ട് സുഖമായിട്ട് ദോശ ഫ്രെയിമുകൾ രണ്ട് സൈഡിൽ നിൽക്കാൻ പറ്റും. 2 സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വന്നിട്ട് 1.5 ഇഞ്ച് കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കല്ല് 1.5 ഇഞ്ചാണ്. ഇതൊക്കെ ഗ്യാസിനെക്കാളും പവർ ഉണ്ട്. ഇത് കത്തുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിൽ കുഴൽ വെച്ചിട്ടുണ്ട്. ഈ കുഴൽ വന്നിട്ട് പോക്കുഴലല്ല. ഈ അടുപ്പിനുള്ളിൽ നമുക്ക് തീ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ അടുപ്പിനുള്ളിൽ എല്ലാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പിനുള്ളിൽ ഹീറ്റ് പോകാനുള്ള കുഴലാണ്. ഇത് ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. ഇതും നമുക്ക് അകത്തും പുറത്തും എവിടെ വേണമെങ്കിൽ വെക്കാം. ഇതിലും ആവശ്യത്തിന് തീ കൂട്ടാൻ പറ്റും, കുറയ്ക്കാനുള്ള എല്ലാ കൺട്രോൾ സിസ്റ്റവും കാര്യങ്ങളും ഇതിലും വരും. പറഞ്ഞ പോലെ അത് ചിലർ എല്ലാവരും കാണുന്നവരൊക്കെ പോക്കുഴലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ അടുപ്പ് ലൈവ് ആയിട്ടൊന്നും ചെയ്യാം, പുറത്തും ചെയ്യാം, അകത്തും വെച്ച് ചെയ്യാം. മോഡേൺ കിച്ചൺ അടക്കം നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും യൂസ് ചെയ്യാം. എത്ര ടൈമാണ് 24 മണിക്കൂറും വെച്ച് കത്തിച്ചോ. റെസ്റ്റോറന്റുകളിലേക്ക്, കാറ്ററിംഗുകാര്, ഹോസ്പിറ്റൽ കിച്ചണ്, അതുപോലെ തന്നെ ക്യാൻറ്റീനുകാര്, ബേക്കറി കടകള്, തട്ടുകടകള്, കഞ്ഞിക്കടകള്, ഇങ്ങനെ വലിയ അടുപ്പുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വിറക് ഉപയോഗിച്ച് കത്തിക്കുന്ന അടുപ്പാണ്. പാലക്കാടും എറണാകുളത്തും ഇവർക്ക് ഷോറൂം ഉണ്ട്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളും.